ചോദ്യം: ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ നിസ്കാര സ്ഥലം കരയുമെന്ന് കേൾക്കാൻ സാധിച്ചു. അത് ശരിയാണോ? ഉത്തരം: അതെ, ശരിയാണ്. സത്യവിശ്വാസിയുടെ നിസ്കാര സ്ഥലവും ആകാശലോകത്ത് സൽക്കർമ്മങ്ങൾ കയറിപ്പോകുന്ന സ്ഥലങ്ങളും ഇറങ്ങിവരുന്ന ഇടങ്ങളും ഭൂമിയിലെ തൻ്റെ പാദമുദ്രകളും അവൻ്റെ മരണത്തിൽ കരയുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചോദ്യം: പണം ചെലവഴിച്ച് ചികിത്സിക്കുകയും പിന്നീട് തന്നെ ചികിത്സിച്ച ഡോക്ടർ വ്യാജനാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ അവന് നൽകിയ പണം തിരിച്ചു വാങ്ങാൻ പറ്റുമോ? ഉത്തരം: അതെ, തിരിച്ചു വാങ്ങാം. ആ ഡോക്ടർ കൂലിക്ക് അർഹനല്ല. ചോദ്യം: എല്ലാ മുസ്ലിങ്ങൾക്കും എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യാൻ പാടില്ലെന്ന് കേൾക്കുന്നു. ശരിയാണോ? ഉത്തരം: അതെ, ശരിയാണ്. അങ്ങനെ ദുആ ചെയ്യൽ ഹറാമാണ്. കാരണം ചില മുസ്ലിങ്ങൾ നരകത്തിൽ പ്രവേശിക്കുമെന്ന് അനിഷേധ്യമായി അറിയപ്പെട്ടതാണ്. അതിനെതിരെ വിശ്വസിച്ചാൽ ദീനിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. ചോദ്യം: നിത്യമായി വെള്ളപ്പോക്കുള്ള ഒരു സ്ത്രീ നിസ്കരിക്കുവാൻ ഉളു എടുക്കുമ്പോൾ യോനിയിൽ കൈവിരൽ കടത്തി കഴുകി ശുദ്ധിയാക്കിയ ശേഷം യോനിയുടെ ഉള്ളിൽ പഞ്ഞിവെച്ച് പുറത്തേക്ക് സ്രവിക്കാതെ അടക്കുകയും ശേഷം ഉളു ചെയ്യുകയും നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര ഫർള് നമസ്കരിക്കാം? എത്ര സമയം ഖുർആൻ ഓതാൻ പറ്റും? നോമ്പുള്ള അവസരത്തിൽ യോനിയിൽ കൈവിരൽ കടത്തി കഴുകൽ കൊണ്ടും പഞ്ഞിവയ്ക്കൽ കൊണ്ടും നോമ്പിന് വല്ല തകരാറും വരുമോ? ഉത്തരം: അശുദ്ധി നിത്യമായവൾ ഓരോ ഫർളിനും ഉളു എടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് അവൾ ഒരിക്കൽ ചെയ്ത വെച്ചുകെട്ടലും ഉളുവും കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാവൂ. ഖളാ ആയ ഫർളിനും അദാ ആയ ഫർളിനും വെവ്വേറെ ഉളുവും മറ്റും നടത്തേണ്ടതുണ്ട്. ഖുർആൻ ഓതാൻ ഉളു നിർബന്ധമില്ല. അതിനാൽ അവൾക്ക് എത്ര സമയവും ഓതാവുന്നതാണ്. മുസ്ഹഫ് തൊടൽ, ചുമക്കൽ പോലുള്ളതിനും അവൾക്ക് വിടുതിയുണ്ട്. അതിനാൽ അങ്ങനെയും ഓതാം. നോമ്പുള്ള അവസരത്തിൽ യോനിയുടെ അകത്ത് കൈവിരലോ പഞ്ഞിയോ കടത്തുന്നതുകൊണ്ട് നോമ്പ് മുറിയും. അതിനാൽ നോമ്പുകാരിയെങ്കിൽ ചുറ്റിക്കെട്ടൽ മാത്രം നടത്തിയാൽ മതി.